ഇത് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫൊക്കെ കുറച്ച് നല്ല വൈറ്റും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ആണ് ഹവോർത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ പക്ക റിയൽ പ്ലാന്റ് ആണ്. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ലെമൺ ആണോ? അത് ചൈനീസ് മൊസംബി എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ്. മറ്റും ബോഗൻവില്ലാസിന്റെ ഒക്കെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടതാ. ഓറഞ്ച് ബോഗൻവില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉള്ള, അതുപോലെ തന്നെ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യൂട്ട് ഗാർഡനിലാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇത് ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എപ്പിസോഡാണ് ഇത്. ഇതിലെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങാം അല്ലെ. ഇത് എന്ത് വെറൈറ്റീസ് ആണ്? അത് ആന്തൂറിയം മിനിയേച്ചർ ഇൻഡോർ ആണ്. ചെറുതായിരിക്കും, സാധാ പോലെ അങ്ങനെ വരൂല, വലിയ ഹൈറ്റ് പോകില്ല, ഇൻഡോർ ചെയ്യാൻ പറ്റിയതാണ്. 470 പ്രൈസ് വരിക. 470 ഇതിന്റെ പ്രൈസ്. ഇത് ഏതൊക്കെ ഈ കളേഴ്സിൽ തന്നെയാണോ വരുന്നത്? ആ, ഈ കാണുന്ന കളേഴ്സ് ഉണ്ട്. കാണുന്ന കളേഴ്സിലാണ്. ഇത് ആന്തോറിയം എന്നാണ് ഇതിന്റെ വെറൈറ്റിന്റെ പേര്. ഈ പിങ്ക് പോലത്തെ ഈ ഓറഞ്ച് ഒക്കെ നല്ല നല്ല രസമുള്ള കളേഴ്സ് ആണ്. നമുക്ക് ഇവിടേക്ക് പോകാം. ഇത് ഏത് വെറൈറ്റീസ് ആണ്? അതൊക്കെ അത് ബട്ടൺസ്, അത് അങ്ങനെ ഫില്ലായിട്ട് വരുന്നതാണ്. ക്ലൈംബേഴ്സ് ആണോ ഇതൊക്കെ? ആ, പിന്നെ സ്പൈഡർ അല്ലേ, ഷേപ്പ് ആക്കി ചെയ്യാൻ പറ്റിയാണ്. അതെ, നമ്മൾ പല തരത്തിലുള്ള ഹാർട്ട് ഷേപ്പും ബോൾ ഷേപ്പ് ഒക്കെ കാണാറുണ്ട്. ഈ ഒരു പ്ലാന്റ് ആണത്. പിന്നെ ഫേൺസ്. ഇത് ഏതാ വെറൈറ്റി? അത് ഫേൺസിൽ പെട്ടാണ്. പെട്ടല്ലേ. ഇതൊക്കെ ഹാങ്ങിങ് പോട്ടും കാര്യങ്ങളൊക്കെ വളർത്തുന്ന പ്ലാന്റ്സ് അല്ലേ? ഇതിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെയാ? ഇത് 50 രൂപ, 50 രൂപ. 50 രൂപ അല്ലേ. ഇവിടെ പല തരത്തിലുള്ള ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തി കാണാം. ഇതൊക്കെ മണി പ്ലാന്റ്സിലാണ്. ഇത് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ജസ്റ്റ് ഫ്ലവർ ഉണ്ടാവും, യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവില്ലേ. ഇതോ? ഇത് കലാഡിയ. ഇത് കലാഡിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫൊക്കെ കുറച്ച് നല്ല വലുപ്പമുള്ള ലീഫ്സ് ആണ്. ഇതിനൊക്കെ പ്രൈസ് എങ്ങനെയാ? ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്, 1800 വരും. അതിന്റെ തന്നെ ചെറുത് 850 വരുന്ന. ഇതിന്റെ മിനിയേച്ചേഴ്സും ഉണ്ട്. ഈ പ്രൈസ് അതിന് 850 വരുന്നതാണ്. പിന്നെ 550. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നുണ്ടോ, അതോ ഇവരിവിടെ വന്നെടുക്കുന്നതാണോ? ഡെലിവറി ഇല്ല, ഇവിടെ വന്നെടുക്കുന്നതാണ്. അതാണ് കുറച്ചും കൂടെ ഒരു സൗകര്യം ആവില്ല. അതാണ് കാരണം നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പ്ലാന്റും നോക്കിയിട്ട് ഏതാന്ന് വെച്ചാൽ അതെടുക്കാം. ഇപ്പം വേറെ വെറൈറ്റീസിലേക്ക് നമുക്ക് പോയാലോ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലെ. ഇതൊക്കെ മോൺസ്റ്റർ പോലത്തെ വെറൈറ്റീസ് അല്ലേ? മോൺസ്റ്റർ പ്ലാന്റ് പെട്ടതാണത്. കലാഡിയ അല്ലേ. ഓ, ഇത് നല്ല രസത്തില് ഒരു സംഭവമുണ്ട്. വൈറ്റും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. 100 രൂപ സ്റ്റാർട്ടിങ് വരും. 100 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ. ഇതും സെയിം പ്രൈസ് ആണ്. അത് 80 ആവുള്ളൂ മോൺസ്റ്റർ പ്ലാന്റ്. ഇതൊക്കെ 80 റുപ്പീസേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ. ഇത് കെയറിംഗും ഒക്കെ അങ്ങനെ തന്നെയാണോ? കെയറിംഗ് നോർമൽ ഒരു വള്ളിയായിട്ട് വരുന്ന ടൈപ്പാണ്. പടർത്തിയെടുക്കാം.
ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? പ്രൈസ് 80 ആവുള്ളൂ. ജസ്റ്റ് ഈ ഒരു വെറൈറ്റീസിന് മൊത്തം 80, 100 ആ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ആ ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. ഇതൊക്കെ മണി പ്ലാന്റ് വെറൈറ്റീസ് അല്ലേ? മണി പ്ലാന്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലൊരു വെറൈറ്റി ആണിത്. ഞാൻ ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു വെറൈറ്റി അല്ലേ? പിന്നെ കലാത്തിയ. ഇതാണ് കലാത്തിയ. ഇതൊക്കെ ജസ്റ്റ് 80 റുപ്പീസ് വരുന്നുണ്ട്. 150 ഉണ്ട്. 150 റുപ്പീസ് ആണ്. ഇത് സീസി പ്ലാന്റ് ആണോ? അത് പാൻഡ ഫൈറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പാൻഡ ഫൈറ്റേഴ്സ് ആണ് ഇത്. 2 വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ്. ആണോ? ബോൺസായി ഒക്കെ പോലത്തെ ഒരു വെറൈറ്റി അല്ലേ? മണി പ്ലാന്റ്സ്. ഈ മണി പ്ലാന്റ്സിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? അത് 50 റുപ്പീസ്, 50 രൂപ ഉള്ളൂ. ജസ്റ്റ് 50 റുപ്പീസ് ഉള്ളൂ. ഓക്കെ, ഇതാണല്ലേ സീസി പ്ലാന്റ്? അതിൽ മിനിച്ചർ വേരിയന്റ് ഉണ്ടാവും. ഹൈറ്റ് വരാത്ത ടൈപ്പാണിത്. ഹൈറ്റ് ഉണ്ടാവില്ല, ഹൈറ്റ് വരുന്ന ടൈപ്പ്. ഇതിന്റെ ബ്ലാക്കും ഉണ്ടാവില്ല. ബ്ലാക്കും ഉണ്ട്. അതെ, ബ്ലാക്ക് കളേഴ്സ് റയർ സംഭവമാണ്. ബ്ലാക്കും ഉണ്ട്. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? അത് 100 മുതൽ സ്റ്റാർട്ടിങ് വരും. 100-ൻ്റെത് 250 ആ ഒരു പ്രൈസ്. ഇനി നമുക്ക് സെക്യുലന്റ് സെക്ഷനിലേക്ക് കിടക്കാം. ഇതാണ് സെക്യുലന്റ് സെക്ഷൻ വരുന്നത്. ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ഇതിൽ കാണാം. ഒന്ന് ഇതൊക്കെ എന്താക്കാന്ന് പറഞ്ഞുതരും? ഇത് കാറ്റസിൽ പെട്ടതാണ്. ഇതൊക്കെ കാറ്റസിൽ പെട്ടാണ്. ഇത് കെയറിങ് കുറഞ്ഞു മതി. വെയിലും പറ്റും, തണലും രണ്ടും പറ്റിയാണ്. നമുക്ക് ഇനിയിപ്പം നനവ് ഓരോ ആഴ്ചയിൽ നനച്ചാൽ മതി. ഒരാഴ്ചയിൽ നനച്ചാൽ മതി. നമ്മൾ പല ആൾക്കാരും വളരെ കെയർ കുറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സ് നോക്കി നടക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കാക്ടസ് വെറൈറ്റീസിൽ പെട്ടുള്ള പ്ലാന്റ്സ്. ഇതിനൊക്കെ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ഫ്ലവർ വെറൈറ്റീസും ഉണ്ട്. ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള കളേഴ്സാണ്. ഏതൊക്കെയാ ഫ്ലവേഴ്സ്? ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? സീനിയ, പിന്നെ ജമന്തി. ജമന്തി, ഇതാണ് ജമന്തി അല്ലേ? ജമന്തി. ഈ ഒരു ഫ്ലവേഴ്സിനൊക്കെ എങ്ങനെയാ മെയിൻ്റെനൻസ് വരുന്നത്? ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണോ? അത് ഡെയിലി നനയ്ക്കണം, അത് ചെയ്ത് കൊടുക്കണം. കവർ ഒന്ന് മാറ്റി കൊടുക്കാം. കവർ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ? ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? പ്രൈസ് 160, 70. സീനിയൊക്കെ 70 രൂപ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് 70 റുപ്പീസ് ഉള്ളൂ അല്ലേ? ഇതൊക്കെ ജസ്റ്റ് 70 റുപ്പീസ് ഉള്ളൂ ഗൈസ്. പിന്നെ ഇവിടേക്ക് വിംഗ് ഉണ്ടാവും. അതൊക്കെ 40 അറേഞ്ച്. ഇവിടെ വേറെ വെറൈറ്റീസും ഉണ്ട്. ഇത് മൊത്തം 40 അല്ലേ? 40. ഇതൊക്കെ വെറും 40 റുപ്പീസേ വരുന്നുള്ളൂ. പിന്നെ പല കളേഴ്സിലായിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് കാണാം, പേർപ്പിൾ കളറായിട്ടുണ്ട്, വൈറ്റിലും ഉണ്ട്. ഇതൊരു വെറൈറ്റി കളറാണ്, ഓറഞ്ച് കളർ. ഇതൊക്കെ ഏത് വെറൈറ്റീസാ? അത് ജമന്തിയിൽ പെട്ട ജമന്തി തന്നെയാണ്. ജമന്തി രൂപയാണ് വരിക. ഇതൊക്കെ ജസ്റ്റ് 100 റുപ്പീസ് ഉള്ളൂ. ഇൻഡോർ പ്ലാന്റ്സിലേക്ക് കൊടുക്കാം. ഇവിടെ പലതരത്തിലുള്ള ഹാങ്ങിങ് പോട്ടിലും ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഇൻഡോറിൽ ഇനി ബിർക്കിൾ ഉണ്ടാവും. ഇതൊക്കെ ഏതാ പ്ലാന്റ്സ്? ബിർക്കിൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ബിർക്കിൾ നമ്മുടെ അഗ്ലോണിമയിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇതൊക്കെ. അഗ്ലോണിമന്റെ ഏകദേശം ആ ഒരു ഇതിൽ വരുന്നതാണ് ബിർക്കിൾ. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 320 വരാം. 320. 320, ജസ്റ്റ് 320 റുപ്പീസേ ഉള്ളൂ ഗൈസ്. ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യവും ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോവാം അല്ലേ? വേറെ പിന്നെ ഇതൊക്കെ ഹൈറ്റ്, അത്യാവശ്യം ഹൈറ്റ് വരുന്ന. ഇത് ഞാൻ കുറെ ഫോറിൻ പേജസിൽ കണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതിനേക്കാൾ നല്ല ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല. അവിടെ ഒരു സംഭവം കാണാം. അതിന്റെ വലുതാണ്, അതിന്റെ മിനിയേച്ചർ സംഭവമാണ്.
ഇതിനൊക്കെ എങ്ങനെയാ കെയറിങ് വരുന്നത്? നല്ല വെയിൽ വേണ്ട ചെടിയാണോ ഇത്? ഇല്ല, വെയിൽ ഓവർ പറ്റൂല, ഒരു മീഡിയം വെയിൽ വരെ പറ്റും. നിങ്ങൾക്ക് ഇൻഡോർ വേണമെങ്കിൽ ഇൻഡോറും ചെയ്യാൻ പറ്റും. ഇൻഡോർ ചെയ്യാൻ പറ്റൂല്ലേ? ഇതിന്റെ വാട്ടറിംഗ് ഒക്കെ എങ്ങനെയാ? നോർമലായിട്ട് 2 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇതിന് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 270 വരാം. ജസ്റ്റ് 270 റുപ്പീസേ ഉള്ളൂ ഇത്. പിന്നെ ഓർക്കിഡ്സ് ഉണ്ടാവും. ഇതൊക്കെ അത് ഓർക്കിഡിൽ പെട്ടാണ്. ഇതൊക്കെ ഓർക്കിഡിൽ പെട്ട വെറൈറ്റീസ് ആണ്. ഓർക്കിഡ് വെറൈറ്റീസ് അല്ലേ? ഇതിനൊക്കെ എങ്ങനെയാ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യം? മീഡിയം വെയിൽ വരെ പറ്റും. മീഡിയം വെയിൽ മതി ഇത്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ വെറൈറ്റീസ് കഴിഞ്ഞു. ഒരുപാട് ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ നമുക്ക് കാണാം. മണി പ്ലാന്റിന്റെ സംഭവമാണിത്. ഇത് ഏത് മണി പ്ലാന്റാ? ഇത് മാർബിൾ ടൈപ്പ്. മാർബിൾ മണി പ്ലാന്റ്സ് ആണ്. മാർബിൾ പോത്തോസ്. ഇതൊക്കെ ഏതാ പ്ലാന്റ്സ്? അത് കലാഡിയ. കലാഡിയ അല്ലേ? പിന്നെ ഇതൊക്കെ ഇൻഡോർ ചെയ്യാൻ പറ്റിയാണ്. ഇതൊക്കെ ഇൻഡോർ ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇത് 150 റുപ്പീസ് ആണോ ഇതിന് വരുന്നത്? ഇത് 150, പിന്നെ 390 ആ റേഞ്ച് ഒക്കെ വരുന്നതാണ്. വലുതിന്. ഇതൊക്കെ സെയിലുള്ളതാണോ? സ്പൈഡർ പ്ലാന്റ്. നമ്മൾ അവിടെ കണ്ട ഒരു വെറൈറ്റിന്റെ വലിയ വെറൈറ്റിയാണ്. ഇതും ഇൻഡോർ പ്ലാന്റ്സിൽ പെട്ടതല്ലേ? ഇതിനൊന്നും അത്ര നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണോ? 100 റുപ്പീസ്, 100, 60 ആ റേഞ്ച് ആവുള്ളൂ. ഇവിടെ 60 റുപ്പീസിന് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ആണിത്. ഇതൊക്കെ ഏതാ വെറൈറ്റി? ഇത് ഭയങ്കര ഫ്ലവറിങ് ടൈപ്പ് തന്നെയാണ്. അത് കൂഫിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കൂഫിയ അല്ലേ? പേര് തന്നെ കുറച്ച് വെറൈറ്റി ഉള്ള സംഭവം, കൂഫിയ. ഓക്കെ, ഇതുപോലെ വേർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെട്ടൊരു പ്ലാന്റ് ആണത്. ഇതിന്റെ പേരെന്തായിരുന്നു? പേൺ പ്ലാന്റ് ആണത്. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഒരു ഭംഗി തന്നെ, നല്ല രസമുണ്ട്. ഓക്കെ, ഇതൊക്കെ വലിയ ലീഫുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അഗ്ലോണിമയിൽ പെട്ടതല്ലേ? ഓക്കെ, അഗ്ലോണിമ വെറൈറ്റീസ് ആണിത്. ഇതും അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതൊക്കെ ഏത് വെറൈറ്റിയാ? അത് കലാഡിയയിൽ പെട്ടതാണ്. കലാഡിയ പ്ലാന്റ്സ് ആണ് അതൊക്കെ. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അത് 650 ആണ് വരിക. ഇതിന്റെ 150 ആ റേഞ്ച് വരുന്നുണ്ട്. 150 റേഞ്ചിൽ വരുന്നതുണ്ടല്ലേ? ഇതിന്റെ മിനിയേച്ചർ വേർഷൻസും ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ അതും ഉണ്ട്. അപ്പം വലിപ്പം അനുസരിച്ചിട്ട് റേറ്റും വ്യത്യാസം വരും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് നല്ല ക്വാളിറ്റിയും നല്ല പ്രൈസിലൊക്കെ ആണ് സംഭവം ഉള്ളത്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി വേറെ സെക്ഷനിലേക്ക് പോവാം.